ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളുടെ സ്വന്തം ക്യൂരിയസ് ലാസ് ഒന്ന് നോക്കിയാൽ. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. ഏതാ സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ്. അപ്പം അത് എഴുതാൻ പോവാണ്. എന്നിട്ട് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഈ മുടിയും താടിയൊക്കെ ഒന്ന് ലെവലാക്കണം, അങ്ങനത്തെ കുറച്ച്. പിന്നെ ഇവിടെ അടുത്തൊരു പള്ളി, ക്രിസ്തുരാജ കോയന്ത പള്ളി എന്ന് പറയും, കരകുറ്റി. അവിടെ ഇന്ന് പെരുന്നാളാണ്, പെരുന്നാൾ. അപ്പം അതൊന്ന് പോയി ചില്ല ഔട്ട് ചെയ്യണം. അപ്പം അതൊക്കെ അത്രയ്ക്കാണ് ഇന്നത്തെ പരിപാടികൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എക്സാമിനേഷൻ കാണാം ഗൈസ്. അപ്പം എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പമല്ല, ഇഡ്ഡലിയാണ് ഇന്നത്തെ ആഹാരം. മുടിയൊക്കെ ഒന്ന് വെട്ടി കുട്ടപ്പനാക്കി. അങ്ങനെയുണ്ട്, കിട്ടില്ലേ? അപ്പം ഇന്നത്തെ കുറച്ച് പരിപാടി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇറച്ചിയൊക്കെ വാങ്ങാൻ പോകണം. അപ്പം അതിന് പോകണം പുറത്ത്. അപ്പം ഓക്കെ ഗൈസ്, പാല് വാങ്ങാൻ വന്നതാണ്. വെറുതെ ഇരുന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് സൺഡേക്ക് അല്ലേ, ബീഫും കപ്പയും വെച്ചിട്ടുണ്ട്. അപ്പം അത് റെഡി. അപ്പം അതങ്ങ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ചൂടാപ്പാട സെറ്റായിരിക്കും. അപ്പം പൈസ ഇതാണ് നമ്മുടെ കപ്പയും. എന്ത് രസാ, ഒട്ടും നെയ്യില്ലാത്ത പാട്ടം കിട്ടിയതാണ്. സെറ്റ് സാധനം. ഒപ്പം കട്ടനുണ്ട്. പിന്നെ ഞാൻ ഈ പേപ്പർ ഇട്ടുന്ന എന്താണെന്നറിയോ, അത് കഴിക്കുമ്പം ചാരൊക്കെ അവിടെ വീഴും. പിന്നെ ക്ലീൻ ചെയ്യണം. ഇപ്പം ഇത് തന്നെയാണ്, പേപ്പറാണെങ്കിൽ ചുരുട്ടി മടക്കി കളഞ്ഞാൽ മതി. അപ്പം കഴിച്ചിട്ട് വരാം ഗൈസ്. കിട്ടില്ല സാധനം ഗൈസ്. ഞാൻ കളിക്ക് പറയാൻ പറഞ്ഞു കേട്ടോ. കിച്ചലുണ്ട് കപ്പ അങ്ങോട്ട് ഭയങ്കര ഒന്നുണ്ടാക്കിയത്. നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഗ്രേവി നന്നായിട്ടുണ്ട്. ഇറച്ചിയത് ഹൈപ്പിന് വേണ്ടി പറയുന്നതല്ല, കിട്ടില്ല. ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഫുഡാണല്ലോ, സെറ്റായിരിക്കും. സെറ്റാണ്, കിഡ്ലോസ്കിയാണ് ഗൈസ്. കാണാം. പെരുന്നാളൊക്കെ കണ്ടില്ലേ, വീഡിയോസൊക്കെ. ഞാൻ അധികം നേരം നിന്നൊന്നുമില്ല. പ്രദക്ഷിണം ഇറങ്ങി, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ എടുത്തു പറയേണ്ട സാധനം, കുർബാനൊക്കെ കൊണ്ടുവരുന്നു, ഫുൾ കണ്ടായിരുന്നു. അപ്പം 5 മണി ഒരു 7 മണി വരെ കുർബാന ഉണ്ടായത്. കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ ഇറങ്ങി. അപ്പം ഞാൻ ആ പള്ളിയിൽ അധികമൊന്നും പോയിട്ടില്ല. ഒരു തവണ മാത്രം പെരുന്നാളിന് പോയിരുന്നു. കുർബാന ഒന്നും കണ്ടില്ല. ഫുള്ള് ഒന്ന് കൂട്ടുകാരുടെ ഒപ്പം +2 പഠിക്കുമ്പോഴേ. അപ്പം ഞാൻ വീട്ടിലേക്ക് പഠിക്കുന്നു. അപ്പം സെറ്റ് പ്രസംഗമായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ പണ്ടത്തെ ആൾക്കാരുടെ ജനറേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഫാമിലിയിൽ കുറേ ഫാമിലികളിൽ എത്രയാ അവരുടെ ജനറേഷൻ 10-12 സിബ്ലിങ്സ് ഒക്കെ. ഒരു ചേച്ചിയുടെ ഫാമിലി 12 സിബ്ലിങ്സ്. എന്തായാലേ
വീട്ടിൽ അവർ ഇപ്പം 2 പിള്ളേർ തന്നെ ആയിട്ടും അടിയായിരിക്കും. അപ്പോൾ അന്നൊക്കെ എങ്ങനെയായിരിക്കാമോ, പാസ്റ്റിലേക്ക് പോകാനും ഫ്യൂച്ചറിലേക്കൊക്കെ പോകാനും നല്ല ആഗ്രഹമുണ്ട്. പറ്റത്തില്ലല്ലോ. അപ്പം പ്രസൻറ്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അടിയൊന്നും ഉണ്ടാക്കല്ലേ. അപ്പം ഇറ്റ്സ് ലാസ്റ്റ് സൈനിങ് ഓഫ്. അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ ബൈ.